SSLC മോഡൽ ക്വസ്റ്റ്യൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ സെക്ഷൻ എയിൽ 8 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചാണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി നമ്പേഴ്സ് ബിലോ ക്യാൻ ബി എ ടേം ഇൻ ദി അരിത്തമെറ്റിക് സീക്വൻസ് 5, 8, 11 എക്സെട്ര. ഈ താഴെ കൊടുത്തേക്കുന്ന 4 നമ്പേഴ്സിൽ ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ടേം ആവുന്ന നമ്പർ ഏതാണെന്ന് അവർ ചോദിച്ചേക്കുന്നത്. ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്ക് അറിയാം, എത്ര? 3 ആണ് അല്ലേ? കോമൺ ഡിഫറൻസ് 3 ആണ്. അതുപോലെ ഈ ഓരോ നമ്പറിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ കിട്ടുന്നേ? 2 ആണ് കിട്ടുന്നത്. അന്നേരം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2 റിമൈൻഡർ കിട്ടുന്ന നമ്പേഴ്സിൻ്റെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണിത്. അന്നേരം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടുന്ന ഏതൊക്കെ നമ്പർ ഉണ്ട്? 25നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ് റിമൈൻഡർ കിട്ടുന്നത്. 30യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. 35നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2. അതുകൊണ്ട് 35 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ ലൈൻ ഈസ് ഡ്രോൺ ത്രൂ ദി പോയിന്റ് 2, 3 പാരലൽ ടു ദി എക്സ് ആക്സിസ്. വാട്ട് ആർ ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് അറ്റ് വിച്ച് ദിസ് ലൈൻ കട്ട്സ് ദി വൈ ആക്സിസ്? 2, 3 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ. ഈ ലൈൻ എക്സ് ആക്സിസിന് പാരലൽ ആണ്. അത് 2, 3യിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലൈൻ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റാണ് ചോദിച്ചേക്കുന്നത്. വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് 0 ആണ്. വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 2, 3യിലൂടെ പാസ് ചെയ്യുമല്ലേ? അന്നേരം അവിടുത്തെ വൈ കോർഡിനേറ്റ് എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ആവത്തില്ല. ഇവിടെ വൈ കോർഡിനേറ്റ് 3 ആണ്. സോ അവിടെയും 3 ആയിരിക്കും. 0, 3 ആണ് ആൻസർ. Which of the following is the algebraic form of the arithmetic sequence 7, 11, 15, etc. ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം ആണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ കോമൺ ഡിഫറൻസ് എന്താ? കോമൺ ഡിഫറൻസ് 4 ആണ്. an ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. ഇതാണ് ഓൾജിബ്രായിക് ഫോം. dn അതായത് 4n പ്ലസ് എഫ് ഫസ്റ്റ് ടേം മൈനസ് ഡി. 4n പ്ലസ് 3. ഈ എൻ ഈക്വൽ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി നമുക്ക് nth ടേം അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് കേട്ടോ. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ nth ടേം കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, what are the x coordinate of the points where the graph of the polynomial p of x equal to x square minus 9x plus 14 cuts the x axis? ഈ ഒരു പോളിനോമിയൽ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റിലെ എക്സ് കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നത്, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂസാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യാന്ന് വെച്ചാൽ അവിടുത്തെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് ആക്സിനെ കട്ട് ചെയ്യുമ്പോൾ ഉള്ള വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ ഈ പി ഓഫ് എക്സിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. അത് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 14 ഈക്വൽ ടു 0. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -9ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ആണ്. ഏതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ്? ആഡ് ചെയ്തപ്പോൾ നമുക്ക് -9 അല്ലേ കിട്ടിയത്. അന്നേരം -2ഉം -7ഉം ആയിരിക്കത്തില്ലേ? 2 × 7 -2 × -7 എന്താ? 14 അല്ലേ? സോ -2 x - 2 × x - 7 ഈക്വൽ ടു 0. നിങ്ങൾക്ക് എക്സിന്റെ വാല്യൂ എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. നിങ്ങൾ പഠിച്ച ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് കുറച്ചുകൂടി സിമ്പിൾ ആയതുകൊണ്ട് ഇത് പറയുന്നതേ ഉള്ളൂ. ഇത് x - 2 ഈക്വൽ ടു 0 ആവാം, അല്ലെങ്കിൽ x - 7 ഈക്വൽ ടു 0 ആവാം. x - 2 ഈക്വൽ ടു 0 ആണെങ്കിൽ x ഈക്വൽ ടു x - 7 ഈക്വൽ ടു 0 ആണെങ്കിൽ x ഈക്വൽ ടു 7. ഒരു എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാ? 2ഉം 7ഉം. ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ദി സ്കോർസ് ഓഫ് 8 സ്റ്റുഡൻസ് ഇൻ ആൻ എക്സാം ആർ ഗിവൺ ബിലോ 50, 52, 66, 64, 56, 55, 70 and 80. Then the median score is. നമുക്ക് ഇത്രയും സ്കോറിന്റെ 8 സ്റ്റുഡൻസിന്റെ സ്കോർ ആണ് ഈ കൊടുത്തേക്കുന്നത്.
ഇതിൻ്റെ മീഡിയൻ നമുക്ക് കണ്ടുപിടിക്കണം. മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ നമ്പേഴ്സിനെ ഒന്നെങ്കിൽ ഇൻക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ എഴുതണം. നമുക്ക് ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാം. ഏറ്റവും ചെറിയ നമ്പർ എന്താ? 50 ആണ്. അത് കഴിഞ്ഞിട്ട് 52, then 55, 56, 64, 66, 78. 8 നമ്പർ അല്ലേ ഉള്ളത്. അന്നേരം മിഡിലിൽ 2 പേര് വരും. 56ഉം 64ഉം ആണ് മിഡിലിൽ വരുന്നത്. അത് ഇവരുടെ മീനാണ് ഇതിൻ്റെ മീഡിയൻ സ്കോർ ആയിട്ട് വരുന്നത്. അതായത് 56 പ്ലസ് 64/2. നടുക്ക് ഒരു നമ്പർ, ഇപ്പം ഈവൻ നമ്പർ ഓഫ് ടേംസ് ആയിരുന്നു നമുക്ക് നടുക്ക് ഒരു ടേമേ വരത്തുള്ളായിരുന്നു, അതായിരുന്നു മീഡിയൻ. ഇവിടെ 2 ടേം വരുന്നതുകൊണ്ടാണ് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് by 2 ചെയ്യുന്നത്. ആൻസർ നമുക്ക് 60 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ആറാമത്തെ ക്വസ്റ്റ്യൻ. The surface area of a solid sphere is 120 square centimeters. If it is cut into 2 halves, what would be the surface area of one hemisphere in square centimeters? ഒരു സോളിഡ് സ്ഫിയറിൻ്റെ, ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ ആണ് 120 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഈ സ്ഫിയറിനെ 2 ഹെമിസ്ഫിയേഴ്സ് ആയിട്ട് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തു. അങ്ങനത്തെ ഒരു ഹെമിസ്ഫിയറിൻ്റെ സർഫസ് ഏരിയ നമുക്ക് വേണ്ട. നമുക്കറിയാം സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്താ? 4πr² ആണ് അല്ലേ? ഈ 4πr² ആണ് 120 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ πr² എന്തായിരിക്കും? 120/4 ആയിരിക്കും അല്ലേ? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നതുകൊണ്ടാണ് 4നെ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. സോ 30 സ്ക്വയർ സെൻറ്റിമീറ്റർ. πr² എന്താണ്? 30 സ്ക്വയർ സെൻറ്റിമീറ്റർ. നമുക്കിനി എന്താ വേണ്ടേ? സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ആണ് വേണ്ടത്. ഹെമിസ്ഫിയറിൻ്റെ സർഫസ് ഏരിയ ഇക്വേഷൻ എന്താ? 3πr² ആണല്ലേ? ഈക്വൽ ടു 3 ഇൻറ്റു πr²ൻ്റെ വാല്യൂ നമുക്കറിയാം 30. സോ 3 ഇൻറ്റു 30, 90 സ്ക്വയർ സെൻറ്റിമീറ്റർ. ബി ആണ് ആൻസർ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ദി ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഈസ് x-1² പ്ലസ് y-3² ഈക്വൽ ടു 9. താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാ ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം സർക്കിളിൻ്റെ ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്താ? x-h² പ്ലസ് y-k² ഈക്വൽ ടു r². ഇവിടെ r എന്ന് പറയുന്നത് റേഡിയസ് ആണ്. HK എന്ന് പറയുന്നത് എന്താണ്? സെന്റർ ആണ്. ഇവിടെ നമുക്ക് സെന്ററിന്റെ കോർഡിനേറ്റ്സ് കിട്ടും. HK 13 ആണ് സെന്റർ. ഈ സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ്സ് 13 ആണ്. റേഡിയസ് r² ആണ് 9. r എന്ത് വരും? 3 വരും. +or-3. നമുക്ക് റേഡിയസ് എന്തായാലും പോസിറ്റീവ് വാല്യൂ അല്ലേ വരത്തുള്ളൂ. സോ r ഈക്വൽ ടു 3. ഇന്നത്തെ ഏതൊക്കെ ഓപ്ഷൻസ് കറക്റ്റ്? റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈസ് 9. അത് തെറ്റാണ്. സെന്റർ ഓഫ് ദി സർക്കിൾ ഈസ് 13. കറക്റ്റ് അല്ലേ? സെന്റർ എന്താണ്? 13 ആണ്. റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈസ് 3. അതും കറക്റ്റ് ആണ്. സെന്റർ ഓഫ് ദി സർക്കിൾ ഈസ് -1 -3. അതും റോങ്. അത് ഏതൊക്കെയാണ് കറക്റ്റ്? 2ഉം 3ഉം മാത്രമേ കറക്റ്റ് ഉള്ളൂ. സോ ഓപ്ഷൻ സി 2 and 3 ആർ ട്രൂ. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇൻ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ദി സർക്കം റേഡിയസ് ഈസ് ട്വൈസ് ഇറ്റ്സ് ഇൻ റേഡിയസ്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സർക്കം റേഡിയസ് എന്ന് വെച്ചാൽ സർക്കം സർക്കിളിന്റെ റേഡിയസ് അതിന്റെ ഇൻ റേഡിയസിന്റെ ട്വൈസ് ആണ്. അതായത് ഇൻ സർക്കിളിന്റെ റേഡിയസിന്റെ ട്വൈസ് ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് കേട്ടോ. ഇനി ഇൻ എ ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ദി ഹൈപ്പോട്ടന്യൂസ് ഈസ് ട്വൈസ് ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് 30 ഡിഗ്രി. ഒരു 30, 60, 90 ട്രയാങ്കിൾ 30, 60, 90 1:√3:2 എന്നല്ലേ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ. 30യുടെ ഓപ്പോസിറ്റിൻ്റെ ഉള്ള സൈഡിൻ്റെ ട്വൈസ് ആയിരിക്കും 90യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ട്രൂ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് കേട്ടോ. സെക്ഷൻ ബിയിലോട്ട് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദി ഫിഗർ O ഈസ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ഇഫ് വി പുട്ട് എ ഡോട്ട് ഇൻസൈഡ് ദി സർക്കിൾ വിത്തൗട്ട് ലുക്കിംഗ്
then what is the probability that the dot falls inside the shaded part? ഒരു സർക്കിളിൻ്റെ സെൻറ്റർ O ആണ്. ഇവിടെ 3 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സർക്കിളോട് നോക്കാതെ ഇതിനകത്തൊരു ഡോട്ട് ഇടുന്നു. ഇത് ഈ ഷെയ്ഡഡ് പാർട്ടിലാവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെയാ? ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട് ബൈ ഏരിയ ഓഫ് സർക്കിൾ. ഇടുന്ന ഡോട്ട് ഷെയ്ഡഡ് പാർട്ടിലാവാനുള്ള പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട് ബൈ ഏരിയ ഓഫ് സർക്കിൾ. ഇനി ഷെയ്ഡഡ് പാർട്ടിന്റെ ഏരിയ നമുക്ക് വേണം അല്ലേ? ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട് എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ ഓഫ് സർക്കിൾ നമുക്കറിയാം. റേഡിയസ് 6 ആണെങ്കിൽ, ഇവിടെ റേഡിയസ് മെൻഷൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ 6 എന്ന് എടുക്കുക. റേഡിയസ് 6 ആണെങ്കിൽ സർക്കിളിന്റെ ഏരിയ എന്താ? πr². ഇനി ഷെയ്ഡഡ് പാർട്ടിന്റെ ഏരിയ നമുക്ക് വേണം. ഇവിടെ 30 ഡിഗ്രി, 40 ഡിഗ്രി, 50 ഡിഗ്രി, ഇത്രയല്ലേ സെൻട്രൽ ആംഗിൾസ്. ഏരിയ ഓഫ് സെക്ടറിന്റെ ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുക്കാൻ വന്നേ. പക്ഷെ നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഒരുമിച്ച് അങ്ങ് ചെയ്യാം. 30 ഡിഗ്രി, 40 ഡിഗ്രി, 50 ഡിഗ്രി എത്ര വരും? 30 + 40 + 50 120 എന്ന് വരും അല്ലേ? സോ πr² ഇൻറ്റു x/360 അല്ലേ? അതായത് സെൻട്രൽ ആംഗിൾ ബൈ 360 ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ സെൻട്രൽ ആംഗിളായിട്ട് ഞാൻ ഈ 3 ആംഗിളൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. സെപ്പറേറ്റ് ചെയ്താൽ ആൻസർ സെയിം ആയിരിക്കും കിട്ടുന്നത്. ഒരു 120/360 എന്ന് കിട്ടും. ഈക്വൽ ടു πr² ഇൻറ്റു, ഇവിടെ നമുക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 3 കിട്ടും. 1/3 ഇൻറ്റു 1/3 അല്ലെങ്കിൽ πr²/3 എന്ന് കിട്ടും. പ്രോബബിലിറ്റി എന്താണ്? ആ ഡോട്ട് ഷെയ്ഡഡ് പാർട്ടിലാവാനുള്ള പ്രോബബിലിറ്റി എന്താ? ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട് ബൈ ഏരിയ ഓഫ് സർക്കിൾ. πr² കട്ട് ചെയ്ത് പോവും. ബാക്കി നമുക്ക് 1/3 മാത്രമായിട്ട് കിട്ടും. 1/3 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A box contains 20 apples and 30 oranges and 1 is taken from it. ഒരു ബോക്സിൽ 20 ആപ്പിൾ ഉണ്ട്, 30 ഓറഞ്ച് ഉണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ ആപ്പിൾ ആവാനുള്ള പ്രോബബിലിറ്റി എത്ര? ആപ്പിൾ ആവാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? നമ്പർ ഓഫ് ആപ്പിൾസ് ബൈ ടോട്ടൽ. ടോട്ടൽ എത്ര ഉണ്ട്? മൊത്തം 50 ഫ്രൂട്ട്സ്, അതായത് 20 ആപ്പിളും 30 ഓറഞ്ചും, ടോട്ടൽ 50 അല്ലേ? ഒരു 50ൽ എത്ര എണ്ണം ആപ്പിൾ ഉള്ളത്? 20. അന്നേരം പ്രോബബിലിറ്റി, ആപ്പിൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? 20/50. നമ്മൾ പ്രോബബിലിറ്റി ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ബൈ ടോട്ടൽ പോസിബിലിറ്റി എടുക്കുന്നത് കേട്ടോ. ഇനി വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓറഞ്ച്? ഓറഞ്ച് കിട്ടാനുള്ള പോസിബിലിറ്റി എന്താ? 30/50. If 10 more apples are put in the box, what is the probability of getting an orange? 10 ആപ്പിൾ കൂടുതൽ ഇട്ടാൽ ഇപ്പം 30 ആപ്പിളും 30 ഓറഞ്ചും ആവൂലേ? ടോട്ടൽ എത്രയായി? 60 ആയി. അതിൽ ഓറഞ്ച് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര? 30/60. 1/2 എന്ന് എഴുതാം നമുക്ക്. ഇതിനെല്ലാം നമുക്ക് കട്ട് ചെയ്ത് എഴുതാം കേട്ടോ. ഇവിടെ 2/5 വരും, ഇവിടെ 3/5 വരും.